ഇവരെല്ലാവരും നമ്മുടെ ഈ കൂടെ ഈ ട്രിപ്പിന് ഉള്ളവരാണ് കേട്ടോ. ഈ വീഡിയോയിൽ ദുബൈറ എലിഫന്റ് ക്യാമ്പും അതേപോലെ ടിബറ്റൻ മൊണാസ്ട്രീൻ്റെ വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്ന് നമ്മളൊരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ട്രാവലറിലാണ് നമ്മളുടെ ഈ ഒരു യാത്ര. ഈ ഒരു യാത്രയിൽ കുറച്ച് പേര് നമ്മുടെ കൂടെ പുതിയതായിട്ടുണ്ട്. നമ്മുടെ ട്രാവൽസിൻ്റെ പേര് ഡോറയുടെ പ്രയാണം എന്നാണ് കേട്ടോ. ഞാൻ 6 വർഷമായിട്ട് ഇങ്ങനെ ടൂർ പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർഗ്, അതായത് ഇന്നിപ്പോൾ നമ്മൾ കൂർഗിലെ കാര്യങ്ങളും നാളെ ബേലൂർ, ഹലേബീഡു ഇത്രയും സ്ഥലങ്ങളിൽ ടെമ്പിളുമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെഡ് കാണുമ്പോൾ തന്നെ ഉറക്കം വരും. പക്ഷെ നമ്മൾ ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ, നമുക്ക് തുടരണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വേഗം തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ പോവാണ്. ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ സ്കൂൾ മേറ്റാണ്. 5, 6, 7 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സനിത. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന പ്ലേബാക്ക് സിംഗറാണ് സംഗീത ശ്രീകാന്ത്. സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. മഹേഷിൻ്റെ പ്രതികാരം സിനിമ അറിയാലോ, അതാണ് ഫസ്റ്റ് മൂവി. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ശ്രീരേഖ ചേച്ചിയാണ് ഉദ്ഘാടനമായിട്ട് ദോശയാണ് പുള്ളിക്കാരത്തെ എടുത്തേക്കുന്നത്. പൂരിയും അതേപോലെ ഇഡ്ഡലിയും, ദോശ, ഉഴുന്നുവട ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കേട്ടോ. ഇത് നമ്മളുടെ സാരഥി ഷിനോജ്. ഷിനോജിനെയാണ് കഴിഞ്ഞ 6 വർഷമായിട്ടും എൻ്റെ എല്ലാ യാത്രകളിലും കൂടെ വരുന്നത്. അപ്പം നമ്മളിത് ആദ്യത്തെ സൈറ്റ് സീയിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ദുബൈറ എലിഫന്റ് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കാവേരി നദി കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മളിത് ഇവിടെ എത്തി. ഇന്ന് ശനിയാഴ്ചയാണ്, അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ നദി കടന്ന് വേണം ആ ക്യാമ്പിലേക്ക് എത്താനായിട്ട്. കുറേ ആനകൾ അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ നേരെ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വരിയായിട്ട് നിൽക്കുക. ഈ വരി നിൽക്കുമ്പോൾ അവിടെ കണ്ടില്ല ഒരാൾ, ആ ആളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക. അല്ലാണ്ട് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക പരിപാടിയൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ 100 രൂപയായിരുന്നു. ഇത്തവണ അവർ 50 രൂപ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 11 മണി വരെയും പിന്നെ വൈകിട്ട് 4:30 മുതൽ 5:30 വരെയാണ് കേട്ടോ. അതായത് ഈ 11 മണിക്ക് ശേഷം എന്താ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആനകളെ കാട്ടിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ടാണ്, ആനകളെ കാണാനാണല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആ കാട്ടിലോട്ട് വിടുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലാത്തത്. റാഫ്റ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വരി നിൽക്കുകയാണ്. നമ്മളുടെ ഒരുപാട് നേരം കാത്തു നിൽക്കുക അങ്ങനെയൊന്നും വേണ്ട. ഈ ബോട്ടുകൾ ഇങ്ങനെ ഷട്ടർ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യാനും ഇല്ല, ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്ലേബാക്ക് സിംഗർ സംഗീത എന്ന് പറഞ്ഞിട്ട്, സംഗീത ശരിക്കും സിനിമയിൽ പാടിയിട്ടുള്ള ആ പാട്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് കേൾക്കാം കേട്ടോ. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നില്ലീണം, മഴയിളവിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ എന്ത് രസമായിട്ടാണ് പാടിയതല്ലേ. ഈ പാടുക എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നൊരു കഴിവല്ല. അപ്പം എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ സിനിമയിൽ പാടാൻ പറ്റട്ടെ. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. ദുബൈറ എലിഫന്റ് ക്യാമ്പിൽ കയറി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ ആനകൾ കുളിക്കുന്നത് നിങ്ങൾ ഓൾറെഡി വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അതാണ് ആദ്യത്തെ തന്നെ ഒരു കാഴ്ച. ആനയെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഒരു നല്ലൊരു കാഴ്ചയാണ്. കാരണം എത്ര കണ്ടാലും, കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല എന്നാണല്ലോ പറയുക. അങ്ങനെ നമ്മൾ ദുബൈറ എലിഫന്റ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ആന അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാം.
ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഒരുപാട് ആനകളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്ഥലം തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. വലിയ വെയിലും കാര്യങ്ങളില്ല, മഴ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല മഴയായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വല്ലാണ്ട് മഴ പെയ്ത് ഈ നദി നല്ലോണം നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അവർ എൻട്രി കൊടുക്കുകയില്ല, അപ്പം അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇവിടേക്ക് എത്താൻ പറ്റി. ഇനി നമുക്ക് ഇവിടുത്തെ ആനകളെ കാണാം. എന്താണ് കൊമ്പന്മാരുടെ ഒരു ഭീകരത അല്ലേ? ശരിക്കും ഇവർ ഭീകരന്മാർ തന്നെയാട്ടോ. നല്ല എല്ലാവരും അത്യാവശ്യം കൊലപാതകമൊക്കെ നടത്തിയിട്ട് അങ്ങനെ മിടുക്കന്മാരായതുകൊണ്ട് ഇവിടെ പിടിച്ച് കൂട്ടിലിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇവരെ ഇങ്ങനെ ചിലരൊക്കെ പറയും, അതായത് കാട്ടിൽ ജീവിക്കേണ്ടവരെയാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. പക്ഷെ അത്യാവശ്യം കയ്യിലിരിപ്പ് കൊണ്ട് ഇവിടെ കൂട്ടിലായിപ്പോയതാണ്. ഇനി ശരിക്കും കൂട്ടിലിട്ട ഒരു ആനയെ കാണാനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അതായത് ചട്ടം പഠിപ്പിക്കുന്ന കൂട്ടിൽ. ഇപ്പോൾ ഇവരൊക്കെ ഓൾറെഡി കാട്ടിലുണ്ടായിരുന്നവരാണ്. അതിനകത്ത് കിടക്കുന്ന ആള്, അതായത് ഒരു 8ഓളം ആളുകളെ കൊന്നിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല പെരുമാറ്റം പുറത്ത് കാണിച്ചത് കൊണ്ടാണ് മൂപ്പർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഈ ഒരു സ്ഥലം ഒന്ന് നോക്കിയത് നിങ്ങൾ. ഇവിടെ ഒരുപാട് നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾക്ക് റീൽസ് എടുക്കുന്നതും എവിടെ വെച്ചാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ പേരെ കണ്ടു. ഇപ്പോൾ ഇവർ അടുത്ത ഊഴം കാത്തു നിന്ന് കുളിക്കാൻ വന്നിട്ടുള്ള 2 ടീംസാണ്. അപ്പോൾ അവരും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയാണ് അല്ലേ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി നദിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കാവേരിയിലെ നദിയിലെ കുളിയും നല്ല കൃത്യം നേരത്തുള്ള ഭക്ഷണവും രാവിലെ കാട്ടിലേക്ക് പോക്കും, അങ്ങനെ എല്ലാം കൊണ്ടും ഇവർക്ക് എന്താ പറയുക, ഇവിടെ ഒരു രാജകീയമായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണല്ലേ ശരിക്കും ഈ ലൊക്കേഷൻ കാണുമ്പോണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നരൻ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അതല്ല കേട്ടോ. ഇവരിവിടെ എന്തോ ഇന്നലെ രാത്രി പോയ എന്തോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒത്തിരി നേരമൊന്നും വെയിറ്റ് ചെയ്യണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടുകൾ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു. അങ്ങനെ നമ്മളിത് തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ടിബറ്റൻ മൊണാസ്ട്രി കാണാനാണ്. കൂർഗിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കൂർഗിലെ ടിബറ്റൻ മൊണാസ്ട്രി എന്ന് പറയുന്നത്. അപ്പം അതൊരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ എല്ലാവർക്കും അതൊരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാറ്. അപ്പം നമ്മളിത് ഇതിൻ്റെ എൻട്രി ആണ് കേട്ടോ ഈ കാണുന്നത്. എൻട്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് പതിവ് പോലെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ. ഇത് നമ്മളുടെ പുതിയ മെമ്പേഴ്സാണ്, ശാന്തി ചേച്ചിയും അതേപോലെ ബേബി ചേച്ചി.
താങ്ക് യു. Thank you. നേപ്പാൾ. Nepal, there's so many monasteries are there. How many years old? This one? Yes. Hi. No. Yeah, 5 years. Yeah. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദലൈലാമയുടെ പിറന്നാളാണ് അത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 4 ഭാഗവും ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ അതൊന്നും ഇന്ന് തുറന്നിട്ടില്ല. ഈ പിറന്നാളായതുകൊണ്ട് തന്നെ ഇവിടെ അവധി പോലെയാണ്. പക്ഷേ അമ്പലം എന്തായാലും അടച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഷോപ്പിംഗ് വരെയൊക്കെ നടത്താൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മലയാളികളുടെ തന്നെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ അവർ കേരള റൈസ് തന്നെയാണ് നമുക്ക് തന്നെ. മറ്റേ റൈസും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കെപ്പോഴും, എനിക്ക് പ്രത്യേകിച്ച് ആ ചെറിയ റൈസ് ഇഷ്ടമേ അല്ല. കുറേ പേർക്ക് അത് ഇഷ്ടമുള്ളവരുണ്ട്. നമുക്കിത് കേരള റൈസ് തന്നെയാണ് കിട്ടിയത്. നല്ല ഭക്ഷണമായിരുന്നു, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോണത്. ഈ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.